ഇത് 2019 ജീത്തോയാണ്. അത് ജൂലൈ വരെ ടെസ്റ്റ് ഉള്ളു. സിംഗിൾ ഓണർ വണ്ടി, 4 പുത്തൻ ടയർ. അത് 2019 വണ്ടിയാണ്. 19? ആ, അലങ്കാരിതകളുണ്ടല്ലോ വണ്ടിക്ക്. വണ്ടി ലക്ഷറി കോച്ച്, വീഡിയോ കോച്ച്. ഇത് 2018 ലാസ്റ്റ് വണ്ടിയാണ്. സിംഗിൾ ഓണർ വണ്ടി, പുതിയ ടെസ്റ്റ് ചെയ്ത് പേര് മാറി കൊടുക്കാൻ വെച്ചിരിക്കുന്ന വണ്ടിയാണ്. ഇത് 2018 ലാസ്റ്റ് വണ്ടിയാണ്. ഇത് നമ്മൾ സിംഗിൾ ഓണർ വണ്ടിയാണ്. സിപ്പ് ടാറ്റയുടെ ലോഡ് വണ്ടി, ചെറിയ ലോഡ് വണ്ടി സിപ്പ് എക്സലാണ്. ഇത് 2019 ജനുവരി രജിസ്ട്രേഷൻ വണ്ടിയായിരുന്നു. 2 വർഷത്തിനടുത്ത് പേപ്പറുണ്ട്. ടെസ്റ്റ് എല്ലാം 2 വർഷത്തേക്കുണ്ട്. ഹായ് ഫ്രണ്ട്സ്, സനൂപാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്കുന്നത് കൊല്ലം ജില്ലയിൽ തന്നെയാണ്. കൊല്ലം ജില്ലയിൽ ചാത്തന്നൂരിനും കല്ലുവാതക്കലിനും ഇടയ്ക്കായിട്ടാണ് നമ്മൾ ഇന്നിപ്പോൾ വന്നിരിക്കുന്നത്. നമ്മൾ വന്നേക്കുന്നത് വെള്ളിമൂങ്ങകളുടെ വീഡിയോ ആയിട്ടാണ്. നമ്മൾ എല്ലാ മാസവും സ്ഥിരമായിട്ട് ചെയ്യുന്ന ഷോപ്പാണ് ജയണ്ണൻ്റെ ശബരി ഓട്ടോസ് എന്ന് പറയുന്ന ഷോപ്പിലാണ് നമ്മളിന്ന് വന്നേക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല സ്റ്റോക്ക് വന്നിട്ടുണ്ട്. എങ്ങനെ വെള്ളിമൂങ്ങയാണ് ഇത്തവണ തോനെയും. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ജീത്തൊക്കെ അത്യാവശ്യം ഉണ്ടായിരുന്നു. ഒരു 3-4 ജീത്തൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പോയി. ഇത് ഒരു ജീത്തയാണ്ട് ഇപ്പോൾ കിടപ്പുള്ളൂ. ബാക്കിയുള്ളതെല്ലാം പോയെന്നാണ് തോന്നുന്നത്. അപ്പോൾ ജീത്ത നോക്കുന്നവർക്ക് വലിയ പ്രയാണം ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ എന്നാലും വെള്ളിമൂങ്ങ നോക്കുന്നവർക്ക് എല്ലാവർക്കും പ്രയാണം ചെയ്യും. അപ്പം ഒരുപാട് വെള്ളിമൂങ്ങകൾ കിടക്കുന്ന ഒരു ഷോപ്പാണ്. സ്ഥിരം നമ്മൾ ചെയ്യുന്ന ഷോപ്പാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണം. അപ്പോൾ നമുക്ക് ഇവിടുത്തെ വണ്ടികളുടെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വരാം. അപ്പോൾ ജയണ്ണ നമസ്കാരം. നമസ്കാരം. കഴിഞ്ഞ മാസം കച്ചവടമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു. ഇത്തവണ നമ്മളെങ്ങനെ എത്ര രൂപ തൊട്ടുള്ള വണ്ടികളാണ് പറയുന്നത്? തുടക്കം വില നമ്മളെ ഇപ്രാവശ്യം തുടക്കം എന്ന് പറഞ്ഞാൽ ഇത്തിരി കൂടിയ വണ്ടികൾ കിടപ്പുള്ളൂ. എല്ലാം നമ്മളെ കുറഞ്ഞ വണ്ടി ഉണ്ടായിരുന്ന എല്ലാം പോയി. ഈ വെള്ളിമൂങ്ങ ഇറങ്ങിയ വർഷത്തെ വിലയാണ് അന്ന് വാങ്ങിക്കുന്നത്. ജീത്തോയ്ക്ക് അങ്ങനെയാണ് വാങ്ങിക്കുന്നതെന്നൊക്കെ ഒരു ചീത്തപ്പേരുണ്ട്. ഞാനല്ലല്ലോ ഇത്, എൻ്റെ മാത്രമല്ലല്ലോ, ലോകത്ത് മൊത്തം ആ വില തന്നെയല്ലേ കിടക്കുന്നത്. എല്ലാവരും ഇതേ വില കാണും. ഇതിൽ കൂടുതലുണ്ടെങ്കിലേ ഉള്ളൂ. ഓക്കെ. അപ്പം നമ്മുടെ ഈ സ്ഥാപനം കറക്റ്റ് എവിടെയാണെന്നുള്ളതെന്ന് പറഞ്ഞു. ഇത് നമ്മൾ കൊല്ലം തിരുവനന്തപുരം ഹൈവേ, അതായത് കൊല്ലം ജില്ലയിൽ തിരുവനന്തപുരം ഹൈവേരെ കല്ലുവാതക്കൽ എത്തുന്നതിന് 1/2 കിലോമീറ്റർ മുമ്പ് ലെഫ്റ്റ് സൈഡിലാണ്, സർവീസ് റോഡിലാണ് ഈ കട. തിരുവനന്തപുരത്ത് നിന്ന് വരുന്നെങ്കിൽ കല്ലുവാതക്കൽ കഴിഞ്ഞ് ഒരു 1/2 കിലോമീറ്റർ വരുമ്പോൾ റൈറ്റ് സൈഡിലാണ് ഈ കട. ഓക്കെ. ശബരി ഓട്ടോ സെൽ. ഓക്കെ. അപ്പോൾ നമുക്ക് വണ്ടികളുടെ വിശേഷങ്ങൾ നോക്കാം. ഓക്കെ. അത് 2014 സിംഗിൾ ഓണർ വണ്ടിയാണ്. ഇത് നമ്മളൊരു പയ്യന് അഡ്വാൻസ് ആയി കിടന്ന വണ്ടിയാണ്. പക്ഷേ പുള്ളിക്ക് പിന്നെ സിവിലിൻ്റെ വിഷയമുള്ളതുകൊണ്ട് ലോൺ കയറിയില്ല. അതുകൊണ്ട് രണ്ടാമത് വിൽക്കണമെന്ന് കരുതുന്നു. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എടുത്ത വണ്ടിയായിരുന്നു. കഴിഞ്ഞ വീഡിയോയിലുള്ള വണ്ടിയാണ്. വണ്ടിക്ക് ഒറ്റ ഓണർ വണ്ടിയാണ്. 9-10 മാസം പേപ്പർ കിടപ്പുണ്ട്. വണ്ടി ഫുൾ കണ്ടീഷനാണ്. മറ്റു പ്രശ്നങ്ങൾ യാതൊന്നുമില്ല. ഇടിയൊന്നും വന്നിട്ടില്ലല്ലോ? ഒന്നുമില്ല. ഫ്രണ്ട് ഗ്ലാസ് എല്ലാം കമ്പനിയിൽ നിന്ന് വന്ന ഗ്ലാസ് തന്നെ കിടക്കുന്നത്. ആക്സിഡന്റോ കാര്യങ്ങളൊന്നുമില്ല. നല്ല വൃത്തി നീറ്റായിട്ട് തന്നെയാണ് വണ്ടിക്ക് അകമൊക്കെ ഇരിക്കുന്നത്. അതേപോലെ ഫുൾ പെയിന്റ് ചെയ്തതാണോ? ഫുൾ പെയിന്റ് ചെയ്തതാണ്. റീപെയിന്റ് കാര്യങ്ങൾ. ഇനി ഇതിന്റെ ടെസ്റ്റ് കാര്യങ്ങളൊക്കെയോ? 9 മാസത്തോളം പേപ്പറുണ്ട്. നല്ല ടയേഴ്സ് കിടപ്പുണ്ട്. ഓക്കെ. എത്ര ചോദ്യം എത്രയാ? ഇത് 1.70 നമുക്ക് കൊടുക്കാം. 1.70 ലാസ്റ്റ് പ്രൈസ് ആണ്. അതെ. വലിയ വേരിയേഷൻ ഒന്നും പ്രതീക്ഷിക്കേണ്ട. കാര്യം സനൂപ് എന്നെ അധിക്ഷേപം ആദ്യമേ പറഞ്ഞില്ലേ. അല്ല, അത് നമ്മള് വീഡിയോ എപ്പോൾ ഇട്ടാലും അങ്ങനെ ഒരു കമന്റ് വരുന്നത്. നമ്മളുണ്ടാക്കുന്ന ഒരു വില അല്ലല്ലോ സനൂപ്. മാർക്കറ്റിൽ നമുക്കും കൂടെ കിട്ടുന്നതിനനുസരിച്ച് നമ്മൾ ലാഭം എടുക്കുന്നില്ലെന്ന് പറയുന്നില്ല. ലാഭം എടുക്കുന്നത് എങ്കിലും മാർക്കറ്റിനകത്ത് കിട്ടുന്നൊരു വില ആ അനുസരിച്ചുള്ള വിലയ്ക്ക് തന്നെ നമ്മൾ കൊടുക്കുന്നത്. 2018 അത്യാവശ്യം നല്ല പേപ്പർ ഭാഗങ്ങൾ കിടക്കുന്ന വണ്ടിയാണ്. 4 പുതിയ ടയർ, പുതിയ അപ്പോൾസ്റ്ററി, പുതിയ ഇൻഷുറൻസ് എടുത്ത് കൊടുക്കുന്ന വണ്ടിയാണ് ഇത്. കമ്പനി ഇതൊക്കെ തന്നെയാണോ ഈ പെയിന്റ് കാര്യങ്ങളൊക്കെ? അതെ. 90% കമ്പനി പെയിന്റാണ്. ഈ സീറ്റൊക്കെ നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടേക്കുന്ന വണ്ടിയാണ്. വണ്ടിക്കകമൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ഫ്ലോറൊക്കെ നോക്കിയാലൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അതൊന്നും കുഴപ്പമില്ല. ബാക്ക് സൈഡ് നോക്കിയാലും സീറ്റ് കാര്യങ്ങൾ ഒക്കെ നല്ല വൃത്തിയായിട്ട് ഇരിക്കുന്നു. ടോപ്പൊക്കെ അത്യാവശ്യം വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. മോശമായ ടോപ്പല്ല. ഓക്കെ. എത്ര ചോദിക്കുന്നത്? ഇത് നമ്മൾ പേര് മാറി പുതിയ ഇൻഷുറൻസ് എടുത്ത് 2.65 കൊടുക്കാമെന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ്. 2.65. കഴിഞ്ഞ പ്രാവശ്യം അതിന് മുമ്പത്തെ പ്രാവശ്യം വന്നപ്പോൾ 1.35, 1.45 കൊടുത്തു. അല്ല, ആ റേഞ്ചിനൊക്കെ ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം എൻ്റെ കുറഞ്ഞ വണ്ടി ഒന്നും ഇല്ല. ഈ എടുത്ത് പണി ചെയ്യുന്നോണ്ടാണോ ഇത്രയും പൈസ ആവുന്നത്? അതോ എടുക്കുന്നതിന്റെ വിലയാണോ ഈ പറയുന്നത്? എടുക്കുന്നത് എങ്ങനെയായാലും നമ്മളൊരു പേപ്പർ എല്ലാവർക്കും ചെയ്തു വരുമ്പോൾ, മെക്കാനിക്കൽ എല്ലാവർക്കും ചെയ്തു വരുമ്പോൾ ഒരു പൈസ ആവുന്നുണ്ട്.
പിന്നെ എടുത്ത് നമ്മൾ എന്തെങ്കിലും പണി ചെയ്തൊക്കെ വരുമ്പോൾ എന്തെങ്കിലും ലാഭം വേണ്ടേ? ലാഭം വേണം. അതുമല്ല നമ്മൾ പണിഞ്ഞ് തന്നെയാണ് അല്ലേ കൊടുക്കുന്നത്. ആ ഇത് 2016 സെൻസർ ഇല്ലാത്ത വണ്ടിയാണ്. നല്ല ടയേഴ്സാണ് കേട്ടോ. നല്ല ടയർ, പിന്നെ അത്യാവശ്യം ബോഡി ഭാഗങ്ങളെല്ലാം കൊള്ളാം. വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത വണ്ടിയാണ്. കൊണ്ടുവന്ന് മെക്കാനിക്കലെല്ലാം ചെയ്തു, എല്ലാം ചെയ്തിട്ടിരിക്കുന്ന വണ്ടിയാണ്. എത്ര ഓടിയത്? ഇത് 140ഓളം ഓടിയിട്ടുണ്ട് വണ്ടി. ഓടിയിട്ടുണ്ട്. ഫ്ലോറൊക്കെ നോക്കിയാലൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്, അതൊന്നും കുഴപ്പമില്ല. ഫ്ലോറൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നത്, പെയിൻറ്റ് ചെയ്ത് അതൊക്കെ വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. സീറ്റ് കവേഴ്സ് പുത്തം പോലെ ഇരിക്കുന്ന സീറ്റ് കവേഴ്സ് അല്ല, കുറച്ച് അഴുക്കൊക്കെ ഉണ്ട് എന്നുള്ളതല്ലാതെ വേറെ പ്രശ്നങ്ങൾ കാണുന്നില്ല. ബാക്ക് സൈഡ് ഒരു ആവറേജ് സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെയാണ്. വണ്ടി ഓവറോൾ കാണാൻ അത്യാവശ്യം മോശമല്ലാത്ത സ്ഥിതിയാണ്. ഡോർ പാഡൊക്കെ നോക്കിയാലൊക്കെ മാന്യമായി തന്നെ ഇരിപ്പുണ്ട്, അതൊന്നും കുഴപ്പമില്ല. എത്ര ചോദിക്കുന്നത്? ഇത് നമ്മൾ 230. 230. ഇത് എത്ര രൂപ ഇറക്കാൻ പറ്റും? ഇതൊരു 130ഓളം ഫിനാൻസ് കിട്ടും. ഈ വണ്ടിക്കൊക്കെ ഒരു 1 ലക്ഷം രൂപയ്ക്ക് അടുത്ത് കയ്യിൽ വേണം. ആ 130-140 ഫിനാൻസ് കിട്ടും. 2019 വണ്ടി, അത് സിംഗിൾ ഓണർ വണ്ടി തന്നെ. ഇത് അത്യാവശ്യം 1 വർഷത്തെ പേപ്പറുണ്ട്, പുതിയ ഇൻഷുറൻസ് എടുത്ത് കൊടുക്കുന്ന വണ്ടി. അത് സിംഗിൾ ഓണർ വണ്ടിയാണ്. എന്ത് ഓടി? ഇത് ഒന്നിനകത്തേ ഓടിയിട്ടുള്ളൂ. ഇത് ടയർ മാറി കൊടുക്കേണ്ടി വരും അല്ലേ? ടയർ അത് സ്റ്റെപ്പിന് ടയർ എടുത്തിട്ടിരിക്കുന്നതാണ്. ഓ അങ്ങനെ ഇട്ടേക്കാം. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും? ഒന്നുമില്ല. ഇത് പെയിന്റ് എങ്ങനെയാണോ? രണ്ടാം ചെയ്തതാണോ? രണ്ടാമത് കുറേ ചെയ്തിട്ടുള്ളത്, കമ്പനി പെയിന്റ് അല്ല. പുറം മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഈ ഡോർ ഭാഗങ്ങളിലൊന്നും ചെയ്തിട്ടില്ല? ഇല്ല. ഇവിടെയൊക്കെ ഇങ്ങനെയൊക്കെ വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. സീറ്റൊക്കെ അത്യാവശ്യം ആവറേജ് കണ്ടീഷൻ സീറ്റുകൾ, സീറ്റ് കവേഴ്സ്. ബാക്ക് സൈഡൊക്കെ നോക്കിയാലും സെയിം. ചെറിയ ഗീറ്ററുണ്ട് ബാക്ക് സൈഡിൽ, അല്ലാതെ വേറെ ഒന്നും കാണുന്നില്ല. അത്യാവശ്യം വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഇവിടെ പെയിൻറ്റ് ചെയ്യാത്ത ഭാഗം എന്ന് പറഞ്ഞത് ഇതാണ്, അല്ലാതെ വേറെ ഒന്നും കാണുന്നില്ല. ഒക്കെ വൃത്തിയായിട്ട് തന്നെ ഇപ്പോൾ. എത്ര ചോദിക്കുന്നത്? അത് നമ്മൾ ചോദിക്കുന്നത് 270. പുതിയ ഇൻഷുറൻസ് എടുത്ത് പേര് മാറി കൊടുക്കാം. എത്ര? 270. ഇത് 2018 ലാസ്റ്റ് വണ്ടിയാണ്. സിംഗിൾ ഓണർ വണ്ടി, പുതിയ ടെസ്റ്റ് ചെയ്ത് പേര് മാറി കൊടുക്കാൻ വെച്ചിരിക്കുന്ന വണ്ടിയാണ്. പുതിയ ടെസ്റ്റ് ചെയ്ത് കൊടുക്കും നമ്മൾ. പുതിയ ടെസ്റ്റ് എടുത്ത് കൊടുക്കും. 2 വർഷത്തെ പേപ്പർ. എന്തോ ഓടിയിട്ടുണ്ട്? ഇത് 82 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ജെന്യുവിനാണോ? ജെന്യുവിൻ കിലോമീറ്റർ. ബാക്ക് സൈഡൊക്കെ നോക്കിയാലും നല്ല സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. സ്റ്റിയറിംഗ് ഒക്കെ നോക്കിയാൽ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ആദ്യം അങ്ങ് ഓടിപ്പലന്ന വണ്ടിയായിട്ട് ഫീൽ ചെയ്യത്തില്ല. ഇവിടെയൊക്കെ നോക്കിയാലൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ടയേഴ്സ് അത്യാവശ്യം നല്ല ടയർ കിടപ്പുണ്ട്. റീപ്ലേസ് ആയിട്ടൊന്നും ഇല്ലല്ലോ? എന്തോ റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? കേട്ടില്ല. റീപ്ലേസ് ആയിട്ടൊന്നുമില്ല. എല്ലാത്തിനും ടയേഴ്സൊക്കെ മാറിയിട്ടേക്കും അല്ലേ? എത്ര ചോദിക്കുന്നേ? ഇത് നമ്മൾ ടെസ്റ്റ് ചെയ്ത് 260 കൊടുക്കാം. 260. അതായത് നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് കൊടുക്കുന്ന വില. അതെ. ഇത് 2018 വണ്ടിയാണ്. ഇത് നിലവിൽ പ്രൈവറ്റിൽ കിടക്കുക. ടാക്സി ആക്കി കൊടുക്കുന്ന ഇതിപ്പം RC ബുക്കിൻ്റെ പ്രശ്നം ഇല്ലാത്തതുകൊണ്ട് ടാക്സി ആക്കാൻ പോവുക. ടാക്സി ആക്കി നമുക്ക് എല്ലാം ചെയ്ത് കൊടുക്കുന്നതിന് 365 എല്ലാ പേപ്പറും എടുത്തു കൊടുക്കുള്ളൂ. എന്ത് ഓടിയിട്ടുണ്ട് ഈ വണ്ടി? ഇത് 86,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അത്ര ഓടിയിട്ടുള്ളൂ. 4 പുതിയ ടയർ ടാക്സി ആക്കി ഇനി കൊടുക്കുന്ന വിലയെ പറഞ്ഞു. വണ്ടിക്ക് അകമൊക്കെ കാണാൻ കൊള്ളാം, നല്ല വൃത്തിയുണ്ട്. ബാക്ക് സൈഡ് സീറ്റ് കവേഴ്സൊക്കെ നോക്കിയാലൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നത്. ഫ്രണ്ട് നോക്കിയാലും ആ രീതിയിൽ നല്ല വൃത്തിയായിട്ടുണ്ട്. ഫ്ലോറൊക്കെ തന്നെയാണെങ്കിൽ. എത്ര ചോദിക്കുന്നത്? 365 ടാക്സി ആക്കി കൊടുക്കും. പ്രൈവറ്റ് ആണെങ്കിൽ 340 കൊടുക്കും. 340. ഓക്കെ. ടയേഴ്സൊക്കെ കൊള്ളാം. എന്തെങ്കിലും ഗ്ലാസ്സോ അങ്ങനെ എന്തെങ്കിലും? അല്ല, ഇത് കമ്പനിയിലിപ്പം എല്ലി ബെയറിംഗ് മാറിയിട്ടിരിക്കുന്ന വണ്ടിയാണ്. ഇതിപ്പോൾ നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ് എഞ്ചിന്. ആണോ? ഇതിൻ്റെ പേപ്പർ വർക്കൊക്കെ ഇനി പുതിയത് ഞാനിപ്പോൾ ടാക്സി ആക്കാൻ പോവാ. ഓ അങ്ങനെ. ഓക്കെ. ഇത് 2019 ജനുവരി രജിസ്ട്രേഷൻ വണ്ടിയായത്. 2 വർഷത്തിനടുത്ത് പേപ്പറുണ്ട്. ടെസ്റ്റ് എല്ലാം 2 വർഷത്തേക്കുണ്ട്. പിന്നെ ഫുൾ കവർ ഇൻഷുറൻസ് ആണ്. ഓണർഷിപ്പ് എത്രയാണ്? ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പാണിത്. സെക്കൻഡ് ഓണർ. ടയർ ബാക്ക് ടയർ നല്ല ടയർ, ഫ്രണ്ട് ആവറേജ് അല്ലേ? അത്യാവശ്യം നല്ല ടയറില്ല, കുഴപ്പമില്ല. വണ്ടിക്കകത്ത് നോക്കിയാൽ നല്ല വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. നല്ല വൃത്തി പറഞ്ഞാൽ ഇതുവരെ കണ്ട വണ്ടികളിൽ ഏറ്റവും വൃത്തിയുള്ള വണ്ടി എന്ന് പറയാവുന്ന രീതിയിലുള്ള നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നൊരു വണ്ടി. സീറ്റ് കവേഴ്സൊക്കെ സീറ്റ് കാര്യങ്ങളെല്ലാം ഉള്ളതല്ലേ. സീറ്റ് കവേഴ്സൊക്കെ ആണെങ്കിലൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ബാക്ക് സൈഡ് നോക്കിയാലൊക്കെ ആ ക്വാളിറ്റി തന്നെ നിലയിൽ നിൽക്കുന്നുണ്ട്, കുഴപ്പമില്ല. എത്ര ചോദ്യം? 370.
370. എത്ര ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റും? ഇത് പല സ്ഥലത്തും പല രീതിയിലാണ് ഇതിൻ്റെ പിന്നെ ഫിനാൻസ് കിട്ടുന്നത്. ചില സ്ഥലത്ത് 3 രൂപയ്ക്ക് എടുത്ത് ഫിനാൻസ് കിട്ടും. 3? ആ, ഇവിടെയൊക്കെ 2.5 രൂപ ഫിനാൻസ് കിട്ടത്തുള്ളൂ. മൈലേജ് എന്ത് കിട്ടണ? മൈലേജ് 30-നടുത്ത് മൈലേജ് കിട്ടും. സ്കൂൾ ട്രിപ്പ് പോലുള്ളവർക്കൊക്കെ ഉപയോഗിക്കാണ് ഇത് കൂടുതൽ ഉപയോഗിക്കുന്നത് ഈ വണ്ടി. ഇത് 2018 ഫെബ്രുവരി രജിസ്ട്രേഷൻ വണ്ടിയാണ്. ഇതും ഏകദേശം 2 വർഷത്തിനടുത്ത് പേപ്പറുണ്ട്. മറ്റ് ഭാഗങ്ങളൊന്നും കുഴപ്പമില്ല, ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. എല്ലാ ഭാഗങ്ങളും വൃത്തിയായി കിടക്കുന്നത്, നല്ല ടയറുകൾ കാര്യങ്ങളെല്ലാം ഉണ്ട്. സിംഗിൾ ഓണർ വണ്ടിയാണ്. സിംഗിൾ ഓണറാ? ആ, സിംഗിൾ ഓണർ. ഇതിൻ്റെ വില 2.35. 2.35. വണ്ടിക്കകത്തൊരു കണ്ടീഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. സീറ്റ് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്, പക്ഷേ ബാക്കി കണ്ട വണ്ടികളിലെ ഒരു സീറ്റ് കവറിൻ്റെ ഒരു ഗുമ്മില്ല. എങ്കിലും സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. ഫ്ലോറൊക്കെ നോക്കിയാലും നോട്ടെ, ഫ്ലോറ് അത്യാവശ്യം വൃത്തിയും മെനയായിട്ടൊക്കെ തന്നെയാണ് ഫ്ലോർ ഇരിക്കുന്നത്. അതൊന്നും കുഴപ്പമില്ല. ഡോർ പാഡൊക്കെ നോക്കിയാലൊക്കെ തന്നെ അത് അതിൻ്റേതായ വൃത്തിയിൽ ഇരിപ്പുണ്ട്. റീപെയിൻറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? ആ, റീപെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ടാക്സി വണ്ടിയിലൊക്കെ ഒരു 90% വണ്ടി ഇത്രയും പഴക്കമൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. ബുക്ക് ചെയ്തിട്ടുണ്ട്. എത്ര ചോദിക്കുന്നത്? ഇത് 2.35 ഫൈനലായിട്ട് കൊടുക്കും. 2018 വണ്ടിയാണ്. പുതിയ ടെസ്റ്റ് ചെയ്ത് എല്ലാ പേപ്പർ ഭാഗങ്ങളും കറക്റ്റാക്കി 2.60 ഫൈനലായിട്ട് കൊടുക്കും. ടെസ്റ്റ് എല്ലാം ചെയ്തിട്ടേക്കുവാണോ? അല്ല, ചെയ്ത് കൊടുക്കും. ആ, ഇൻഷുറൻസ് എടുത്ത് ടെസ്റ്റ് ചെയ്ത് കൊടുക്കും. ഓണർഷിപ്പ് എത്രയാ? ഫസ്റ്റ്. കിലോമീറ്ററോ? കിലോമീറ്റർ ഇത് പിന്നെ 1-നകത്തേ ഓടിയിട്ടുള്ളത്. 1-നകത്ത്. ഈ വണ്ടി കാണാനൊക്കെ കൊള്ളാം, നല്ല വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. ഫ്ലോറൊക്കെ കൊള്ളാം. ഡോർ പാഡൊക്കെ തന്നെ ആണെങ്കിലും നല്ല ക്വാളിറ്റി തന്നെ ഇരിപ്പുണ്ട്, അതൊന്നും കുഴപ്പമില്ല. ബാക്ക് ടയറൊക്കെ ആണെങ്കിലും പുത്തൻ ടയറാണ് എല്ലാത്തിൻ്റെയും. നല്ല പുതിയ ടയർ, പുതിയ ബാറ്ററി, എല്ലാ ഭാഗങ്ങളും പുതിയത്. കുഴപ്പമില്ല. പെയിൻ്റൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. എത്ര ചോദിക്കുന്നത്? ഇത് നമ്മൾ 2.60 എല്ലാം ചെയ്ത് കൊടുക്കും. 2.60. ഇത് 2018 ലാസ്റ്റ് വണ്ടിയാണ്. ഇത് നമ്മൾ സിംഗിൾ ഓണർ വണ്ടിയാണ്. സിപ്പ് ടാറ്റയുടെ ലോഡ് വണ്ടിയാണ്, ചെറിയ ലോഡ് വണ്ടി. സിപ്പ് എക്സലാണ്. ഇതൊരു ആവറേജ് കണ്ടീഷൻ വണ്ടി എന്ന് പറയാം. ഒരു ആവറേജ് കണ്ടീഷനാണ്. അത്രേ ഉള്ളൂ. മെക്കാനിക്കലെല്ലാം മാർക്ക് നല്ലതാണ്. പിന്നെ ഇത് ഒന്ന് വാഷ് ചെയ്തിട്ടില്ല, ഇനി വാഷ് ചെയ്യാൻ. അതെ, അതിൻ്റെ കണ്ടിട്ട് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്ത്. ഇല്ല, ഈ ടൈപ്പിലൊക്കെയാണ് വണ്ടികൾ വരുന്നതേ. ഇതിൻ്റെ മെക്കാനിക്കൽ ചെയ്ത് ഇനി പിന്നെ ഉള്ള വാഷ് ചെയ്യിച്ചാൽ മതി, ബാക്കി പ്രശ്നങ്ങളൊന്നുമില്ല. എത്ര ഇത് ഓടിയേ? ഇത് 1-ന് മേളിൽ ഓടിയതാ വണ്ടി. 1-ആവാൻ പോകുന്നു. ഇത് ഇവിടെയൊക്കെ റീപെയിൻറ്റ് ചെയ്ത് കൊടുക്കുമോ? പിന്നെന്ത് ചെയ്ത് കൊടുക്കും. അടുത്ത ടെസ്റ്റ് ആകുമ്പോൾ ചെയ്താൽ മതി. 8-9 മാസം പേപ്പർ കിടപ്പുണ്ട്. ആ, ചോദ്യം എത്രയാ? ഇത് നമുക്ക് 1 രൂപയ്ക്ക് കൊടുക്കാം. ഇത് 1 രൂപ. ആ, അപ്പോൾ 1 രൂപയ്ക്കുള്ള വണ്ടി ഉണ്ട്. ആ, ഇത് ലോഡ് വണ്ടിയാന്നേ ഉള്ളൂ, നമ്മൾ പാസഞ്ചർ ഇല്ലാന്നേ പറഞ്ഞോളൂ. വണ്ടി അത്യാവശ്യം റീപെയിൻറ്റ് ചെയ്യണം അല്ലേ? ആ, ഇതെല്ലാം റീപെയിൻറ്റ് ചെയ്യുമല്ലോ. ഇത്രയും വർഷം 14 വണ്ടിയല്ലേ, 11 വർഷം പഴക്കമായില്ലേ. അല്ല, ടെസ്റ്റ് അടുപ്പിച്ച് ചെയ്താൽ പറഞ്ഞിട്ടേക്കും അല്ലേ? ഇപ്പൊ ഉടനെ ഒരാൾ വാങ്ങിക്കാൻ വരികയാണെന്നുണ്ടെങ്കിൽ അത് റീപെയിൻറ്റ് ചെയ്ത് കൊടുക്കുമോ? അത് പെയിന്റ് ചെയ്യണമെന്ന് പറഞ്ഞ കാര്യം, അത് ലോഡ് വണ്ടിയാകുമ്പോൾ ആ സൈഡിൽ എന്തായാലും പെയിന്റ് പോകും. അത് നമ്മൾ പെയിന്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നഷ്ടമാണ്. അത് അതിൽ നല്ല ഈ കണ്ടീഷനിലാണ് കൊടുക്കുന്നത്. ഓക്കെ, അടുത്ത ഇത് 2018 സിപ്പ് എക്സലാണ്. മറ്റേത് സിപ്പ് സാധാ സിപ്പായിരുന്നു. ഇത് എക്സലാണ്. ഇത് വണ്ടി കാണാൻ കുറച്ചുകൂടി നല്ല വണ്ടി. ആ, അതെ. വണ്ടിക്കകമൊക്കെ കൊള്ളാം, നല്ല വൃത്തിയായിട്ട് ഇരിപ്പുണ്ടൊന്നും കുഴപ്പമില്ല. നല്ല സീറ്റ് വണ്ടി നല്ല വൃത്തിയുള്ള വണ്ടി. അത് ഫ്ലോറിനകത്തൊക്കെ അടിച്ച് വൃത്തിയായിട്ട് ഇട്ടിട്ടുണ്ട്. ഇവിടെ ഒക്കെ ആണെങ്കിൽ കൊള്ളാം. പെയിൻറ്റ് ഇതിനും പെയിൻറ്റ് പോക്കിയിട്ടുണ്ട്, പക്ഷെ അത്രയ്ക്കില്ല. ടയേഴ്സൊക്കെ അത്യാവശ്യം നല്ല ടയർ കിടപ്പുണ്ട്. എത്ര ചോദിക്കുന്നേ? ഇത് 1.85. 1.85. ഏത് വർഷമായിരുന്നു? 2018 വണ്ടി. ഇത് 2015 സെൻസർ ഇല്ലാത്ത വണ്ടിയാണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. ഇത് 2-2.5 മാസമേ ഉള്ളൂ ടെസ്റ്റിന്. ഇത് നമ്മൾ വണ്ടി എല്ലാ ഭാഗങ്ങളും കുഴപ്പമില്ല. ടയേഴ്സൊക്കെ അത്യാവശ്യം നല്ല ടയർ കിടപ്പുണ്ട്, ഒന്നും കുഴപ്പമില്ല. അത്യാവശ്യം എല്ലാ ഭാഗങ്ങളും കുഴപ്പമില്ലാത്ത മെക്കാനിക്കലെല്ലാം നല്ല മെക്കാനിക്കലാണ്. മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. ടെസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ് എടുത്തുകൊണ്ട് പോകുന്നവർക്ക് പണി ചെയ്യാനൊന്നുമില്ല. ഇല്ല, അതെല്ലാം ചെയ്തിട്ട് വെറുതെ വണ്ടി ഒന്ന് കാണിച്ചാൽ മതി. വണ്ടിക്കകം നോക്കിയാലൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്.
ഫ്ലോർ തന്നെ ആണെങ്കിലും അതൊക്കെ നല്ല വൃത്തിയായിട്ടിരിക്കുകയാണ്. അകവും പുറവും ഒക്കെ റീപെയിൻറ്റ് ചെയ്തിട്ടുണ്ടല്ലേ? ആ, അത് നല്ല ക്വാളിറ്റി ആയിട്ടിരിപ്പുണ്ട്. വണ്ടിക്ക് അകം നോക്കിയാൽ അതിൻ്റെ ഡീസൻസി വണ്ടിയിൽ കാണാനുണ്ട്. ബാക്ക് സൈഡ് നോക്കിയാൽ സീറ്റ് കവേഴ്സൊക്കെ ആണെങ്കിലും വണ്ടിക്ക് അകമാണെങ്കിലും വൃത്തിയായിട്ടിരിപ്പുണ്ട്. ഡ്രൈവർ സീറ്റിൻ്റെ ഭാഗം മാത്രം ചെറിയൊരു ഗീറ്റുണ്ട്, അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. ഇതെന്ത് ഓടി? ഇത് 1.5 അടുത്ത് ഓടി കാണണം. 1.5. എത്ര ചോദ്യം? ഇത് 1.85 നമ്മൾ എല്ലാം ചെയ്ത് പേര് മാറി കൊടുക്കും. പേര് മാറി കൊടുക്കും. അത് 2019 വണ്ടിയാണ്. 19? ആ, ഒരുപാട് അലങ്കാരിതകളുണ്ടല്ലോ വണ്ടിക്ക്. ആ, വണ്ടി ലക്ഷറി കോച്ച്, വീഡിയോ കോച്ച് കിടക്കുന്ന വണ്ടിയാണ്. ഇത് 72,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള നല്ല 4 പുത്തൻ ടയർ, ബിസ്റ്റോണിൻ്റെ ടയർ കിടപ്പുണ്ട്. പിന്നെ പുതിയ 2 വർഷത്തേക്കുള്ള പേപ്പർ കിടപ്പുണ്ട്. കമ്പനി പെയിൻറ്റ്, ഒരു അപാകതയില്ല. വണ്ടി അത്ര നീറ്റ് വണ്ടി, ഹൈ ക്വാളിറ്റി വണ്ടിയായത്. കമ്പനിയിൽ നിന്നാണ് കിടക്കുക വണ്ടി. എന്തൊക്കെ ഒരു വണ്ടിയിൽ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്തിട്ടുണ്ട്. ആ, ആരായാലും വണ്ടിയെ അത്രയും വണ്ടി അത്ര സൂക്ഷിക്കുന്നവരെ കിടന്ന വണ്ടിയാണ്. ഡെക്കറേറ്റ് ചെയ്ത് ചിലർ പറയും മക്കളെ പോലെ കൊണ്ടു നടക്കുന്നത്. അതെ, ആ ഒരു രീതിയിൽ വൃത്തിയായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു ആളുടെ വണ്ടിയാണെന്ന് കണ്ടറിയാം. ഓക്കെ, എത്ര ഇത് ഓടി? ഇത് 72,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അത്ര ഓടിയിട്ടുള്ളൂ. കിലോമീറ്ററൊക്കെ ജെന്യൂൻ അല്ലേ? ജെന്യൂൻ കിലോമീറ്റർ. ടയേഴ്സൊക്കെ നല്ല ടയറാണ് ഇട്ടേക്കുന്നത്. നമ്മൾ ഈ പറയുന്ന വീഡിയോ ഈ തന്നാളും കേൾക്കുന്നതല്ലേ? ആ, അതെ അതെ അതെ. അപ്പോൾ അവർ പറയത്തില്ല അല്ലേ, അവരൊരു കമൻസ് എങ്കിലും ഇടത്തില്ലേ? അതെ, ഇത് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ വണ്ടി ഞാൻ കൊടുത്തത് ഇത്ര രൂപയ്ക്കാണ്, ഇത്ര കിലോമീറ്ററിലാണ്, കിലോമീറ്റർ ഇത്ര ആയോ എന്നൊക്കെ ചോദിക്കും. അതെ അതെ. എത്ര ഇത് ചോദിക്കുന്നത്? എത്ര? ഇത് നമ്മൾ തീർത്ത് 3 ലക്ഷം രൂപയ്ക്ക് അടുത്തൊരു വിലയാണ് ചോദിക്കുന്നത്. പേര് മാറിയേ കൊടുക്കൂ. 3 ലക്ഷം വണ്ടിയും 3 ലക്ഷം. ഓ മൈ ഗോഡ്. ഒരു 290 ഫൈനൽ കൊടുക്കാം. 290. ഇത് എന്തായാലും 3 ലക്ഷം രൂപ ചോദിച്ചെന്ന് പറഞ്ഞാൽ ഒരാൾക്ക് നെഞ്ചരിയേണ്ട കാര്യമില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ആ ക്വാളിറ്റിയിലാണ് വണ്ടി കിടക്കുന്നത്. ഇത് 2019 ജീത്തോയാണ്. അത് ജൂലൈ വരെ ടെസ്റ്റുള്ളൂ. സിംഗിൾ ഓണർ വണ്ടി, 4 പുത്തൻ ടയർ, ബാക്കി എല്ലാ ഭാഗങ്ങളും വൃത്തിയായി കിടക്കുന്ന വണ്ടിയാണ്. ഇത് പുതുതായിട്ട് വന്ന വണ്ടിയാണ്? ആ, പുതിയ ഇപ്പം 1 മാസം ആവത്തേ ഉള്ളൂ. നമ്മളെ വീഡിയോ വന്നിട്ടുണ്ടോ? ഇല്ല ഇല്ല ഇല്ല. ആ, അതാ ഞാൻ ചോദിച്ചത്. ഞാൻ ഇത് മേളിൽ കിടക്കുന്ന ഒരു ജീത്തോ മാത്രമേ നമ്മളെ വീഡിയോ വന്നിട്ടുള്ളൂ. വണ്ടിക്ക് അകമൊക്കെ നോക്കിയാലൊക്കെ നല്ല വൃത്തിയായിട്ടിരിപ്പുണ്ട്. ഫ്ലോറൊക്കെ നല്ല വൃത്തിയായിട്ട് നല്ല പെയിൻറ്റ് ചെയ്ത് നല്ല സീറ്റ് കവേഴ്സൊക്കെ ഇട്ട് അത്യാവശ്യം നല്ല വൃത്തിയായിട്ടിരിപ്പുണ്ട്. ബാക്ക് സൈഡൊക്കെ നോക്കിയാൽ ആ വൃത്തി നമുക്ക് കാണാം. ഓവറോൾ അകവും പുറവും എല്ലാം നല്ല പെയിൻറ്റ് ചെയ്തേക്കും അല്ലേ? ആ, ഓക്കെ. ഇത് എന്താ ഓടി? ഇത് ഒന്ന് ഓടിയിട്ടുള്ളൂ. 1 ഓടി. എങ്ങനെ ചോദ്യം എങ്ങനെ? ഇത് നമുക്ക് 385 ആണ് ചോദ്യം. 385. അപ്പോൾ നമ്മളെ വണ്ടികളുടെ വിശേഷങ്ങളെല്ലാം അവസാനിച്ചിട്ടുണ്ട്. 1 ലക്ഷം രൂപ തൊട്ട് തുടങ്ങുന്ന വണ്ടികളാണ്. അതായത് വെള്ളിമൂങ്ങ 1 ലക്ഷം എന്നല്ല, എയ്സ് സിപ്പാണ് 1 ലക്ഷം രൂപയുടെ വണ്ടി. അപ്പോൾ അത്തരത്തിൽ ലോഡിങ്ങിന് എടുക്കാൻ താല്പര്യമുള്ളവർക്കും കാണാവുന്ന ഒരു വീഡിയോ ആണ്. 1 ലക്ഷം രൂപ മുടക്കിയാൽ അത്തരത്തിലൊരു വണ്ടി സ്വന്തമാക്കാം. അപ്പോൾ അത്യാവശ്യം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന നല്ല ഒരു വീഡിയോ ചെയ്തു തന്നു എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടി ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണും വരെ ബൈ.